കുറേ ദിവസങ്ങൾക്ക് മുന്നേ എന്തെങ്കിലും ഒരു കാര്യം പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ദിവസം എന്തെങ്കിലും ഒരു കുഞ്ഞ് തടസ്സം ഉണ്ടാവില്ലേ. ഇന്ന് വൈകുന്നേരം പെയ്തൊരു മഴയെ അങ്ങനെയാണ് കണ്ടത്. പക്ഷേ ആ സമയമായപ്പോഴേക്കും മഴ മാറി തന്നു. ഇന്ന് നമുക്കിവിടെ അടുത്ത് മാരിയമ്മൻ കോവിൽ തീമതി ദിവസമാണ്, അതായത് കനലാട്ടമുണ്ട്. അപ്പോൾ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണാൻ പോകുന്നുണ്ടെങ്കിൽ വളരെ എക്സൈറ്റ്മെൻറ്റോട് കൂടി നമ്മൾ പോവുകയാണ്. അപ്പോൾ അമ്പലത്തിലെത്തുന്ന ഒരു 500 മീറ്റർ മുന്നേ ഇതുപോലെ കുറേ ആൾക്കൂട്ടം കണ്ടപ്പോൾ എന്താണെന്നറിയാൻ വേണ്ടി ഒന്ന് ഇറങ്ങി നോക്കി. അപ്പോൾ ഉണ്ട് അവിടെ നടുവിൽ കുറേ ചടങ്ങുകൾ എന്തൊക്കെയോ നടക്കാൻ കിട്ടും. അതായത് ഭഗവാനെ ഇവിടുന്ന് എഴുന്നള്ളിച്ച് കൊണ്ടുപോകുന്ന രീതിയാണെന്ന് തോന്നുന്നു. കണ്ടിട്ട് കൂടുതലൊന്നും ഇതിനെക്കുറിച്ച് പറയാൻ എനിക്ക് അറിയത്തുമില്ല. പിന്നെ ഹൈറ്റ് ഇല്ലാത്ത കാരണം എത്തി വലിഞ്ഞാണ് ഞാൻ നോക്കുന്നത്. അങ്ങനെ കുറേ കൊട്ടും ഘോഷമൊക്കെ ആയിക്കൊണ്ട് ഭഗവാനെ ഇവിടുന്ന് എഴുന്നള്ളിക്കുന്ന രീതിയാണ് കേട്ടോ അമ്പലത്തിലേക്ക് കാണുന്നത്. അപ്പോൾ കുറേ പേര് വ്രതം എടുത്തവരൊക്കെ ഈ മഞ്ഞ ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് പോണ സമയത്ത് തന്നെ ആളുകളൊക്കെ കൂടെ ഭയങ്കര എരച്ചൊരു വരവുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിൽ ആദ്യ പന്തിയിൽ ചെന്നിരിക്കുമ്പോൾ ഇടി ഉണ്ടാക്കില്ല, അതുപോലത്തെ ഒരു അവസ്ഥയായിരുന്നു. പരിക്കൊന്നും പറ്റാഞ്ഞ ഭാഗ്യം. പിന്നെ കുറേ പേര് നടന്നു അല്ലാത്തൊരു ബൈക്കിലും പോകുന്നത്. ഒരു ബൈക്കിലും 3-4 പേരിലധികം പേരും വെച്ചിട്ടാണ് ഇവിടെ പോകുന്നത്. ആ ചേച്ചിക്ക് എപ്പോഴും താഴേക്ക് വരില്ല, അങ്ങനത്തെ രീതിയിലുള്ളൊരു തിക്കി തിരക്കുള്ളൊരു യാത്ര തന്നെയാണ്. അവിടുന്ന് വളരെ തൊട്ടടുത്ത് തന്നെയായിരുന്നു അമ്പലം. അപ്പോൾ അമ്പലത്തിനുള്ള വഴികളൊക്കെ ഭയങ്കരമായിട്ട് അലങ്കരിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. അവിടെ ചെന്നപ്പോൾ ഒരു പൂരപ്പറമ്പ് പോലെ ഇഷ്ടംപോലെ ആൾക്കാരും അതിനനുസരിച്ച് കുറേ വെച്ചുമാണ്. ഇപ്പോൾ കടക്കാരൊക്കെ ആയിട്ട് നല്ല തിരക്കുണ്ടായിരുന്നു. അവിടെ തന്നെ കനലൊക്കെ തന്നെ റെഡിയാക്കിയിട്ടുണ്ട് കനലാട്ടത്തിനുള്ളത്. ഈ ഒരു നാട് മൊത്തം ഇന്ന് അവിടെ ഉണ്ട്, അത്രയ്ക്കും തിരക്കായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് കാണാൻ പറ്റുന്ന ഏകദേശം ഒരു സ്ഥലം നോക്കി ഒരു സ്ഥലം പിടിച്ചു കിട്ടും. അതിനിടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് പടക്കം പൊട്ടുന്നതാണ്. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഞെട്ടലുണ്ട്. ഇതാണെന്ന് അറിയെങ്കിൽ പോലും ഒരു ചെറിയ ഞെട്ടൽ. അപ്പോഴേക്കും ഭഗവാനും ആൾക്കാരൊക്കെ തന്നെ അവിടെ എത്തിയിട്ടുണ്ട്. മുതിർന്നവരും കുട്ടികളും സ്ത്രീകളടക്കം കുറേ പേര് വ്രതം എടുത്തിട്ട് ഇന്ന് കനലാട്ടം ചെയ്തിട്ടു. ജീവിതത്തിൽ ആദ്യമായിട്ട് കണ്ടതാണെങ്കിലും മറക്കാൻ പറ്റാത്തൊരു അനുഭവം തന്നെയായിരുന്നു. അങ്ങനെ ആ ചടങ്ങൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോകണം. അപ്പോൾ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.